സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വി സ്റ്റാർട്ട് വിത്ത് അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം അല്ലേ. ഇനി ഗുഡ് മോർണിംഗ് അല്ലേ, എന്താണ് ഗുഡ് മോർണിംഗിന് നമ്മൾ പറയാ? صباح الخير. സൊബാഹൽ ഖൈർ അല്ലെങ്കിൽ സൊബാഹൽ വർദ് എന്ന് കേട്ടിട്ടുണ്ടോ? صباح الورد. മോർണിംഗ് ഓഫ് റോസസ് എന്നുള്ള രീതിയിലാണ് മോർണിംഗ് ഓഫ് ഫ്ലവേഴ്സ് എന്നുള്ളത്. ഓക്കെ, ഒന്നും آه. കൂടി ലവ്ലി ആയിട്ടൊക്കെ പറയുന്നതാണ് സൊബാഹൽ വർദ്. ഓക്കെ, أوكي സോ സൊബാഹൽ أوكي. ഖൈർ പറഞ്ഞാൽ നമ്മൾ റിപ്ലൈ എന്ത് കൊടുക്കണം? آه. صباح الخير. لا صباح സൊബാഹൽ ഖൈർ എന്ന് പറയുമ്പോൾ സൊബാഹൽ നൂർ. صباح النور. أوكي. ഓക്കെ, ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിലാകുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയും, പക്ഷെ അറബിയിൽ നമ്മൾ സൊബാഹൽ ഖൈർ എന്ന് പറയുമ്പോൾ സൊബാഹൽ നൂർ എന്ന് പറയണം. അതുപോലെ ഗുഡ് ഈവനിങ് മസാ അൽ ഖൈർ. സോ മസാ അൽ ഖൈർ എന്ന് പറയുമ്പോഴും എങ്ങനെയാണ് റിപ്ലൈ കൊടുക്കേണ്ടത്? مساء النور. മസാ അൻ നൂർ. സോ അത് പഠിക്കണം കേട്ടോ. സൊബാഹൽ ഖൈർ أوكي. ഒക്കെ കേട്ടിട്ടില്ലേ? സൊബാഹൽ ഖൈർ صباح الخير ഒക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ മസാ അൽ ഖൈർ എന്ന് പറയുമ്പോൾ മസാ അൻ നൂർ. ഓക്കെ, അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? വിശേഷങ്ങൾ ചോദിക്കും അല്ലേ. അതെങ്ങനെയാണ് ചോദിക്കുക? കെഫ് ഹാലക് അല്ലേ, കെഫ് ഹാലക് അല്ലെങ്കിൽ ഷുഖ്ബാറക് അല്ലേ, അല്ലെങ്കിൽ കെയ്ഫൽ ഉമൂർ. അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? വിശേഷങ്ങൾ ചോദിക്കാം. ഒന്ന് നമുക്ക് അറിയുന്ന സംഭവമാണ് എന്ത്? കെഫ് ഹാലക് അല്ലേ. അതുപോലെ തന്നെ ചോദിക്കുന്നതാണ് എന്ത്? ഷ്ലൂനക് അല്ലെങ്കിൽ ഷുഖ്ബാറക്. ഓക്കെ, ഇറ്റ് മീൻസ് ഹൗ ആർ യു. ഓക്കെ, അല്ലെങ്കിൽ കേഫൽ ഉമൂർ. ഉമൂർ മീൻസ് കാര്യങ്ങൾ അല്ലേ. ഹൗ ആർ തിങ്സ് എന്ന് ചോദിക്കില്ലേ, അതാണ് കേഫൽ ഉമൂർ. ഓക്കെ, ഇനി ഹൗ ആർ യുവർ തിങ്സ് എന്നാണെങ്കിൽ നമ്മൾ ഇത് എങ്ങനെ ചോദിക്കണം? നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അപ്പൊ നമ്മൾ ക്ക് എന്ന് ചേർത്ത് കൊടുക്കാം. യെസ്, കേഫ് ഉമൂറക് അല്ലേ. അല്ലെങ്കിൽ പെണ്ണിനോടാണെങ്കിൽ ഉമൂറച്ച് അല്ലേ, എന്താണ് നിന്റെ വിശേഷങ്ങൾ. അല്ലെങ്കിൽ ഉമൂറിക് എന്നും ചോദിക്കാം, പക്ഷെ നിങ്ങൾ എമിറാറ്റ്സിലൊക്കെ എച്ച് വെച്ചിട്ടാ പറയാം അല്ലേ. കേഫൽ ഉമൂർ അല്ലെങ്കിൽ കേഫ് ഹാലച്ച് അല്ലേ, എന്താണ് വിശേഷം. അതുപോലെ ഫാമിലിക്കാണ് നമ്മൾ എന്ത് പറയാ? ആയില. ഓക്കെ, ആയില. സോ ഹൗ ഇസ് യുവർ ഫാമിലി? കേഫൽ ആയിലത്തക് അല്ലേ, ആയിലത്തക് എന്ന് പറയണം, അല്ലെങ്കിൽ ആയിലത്തച്ച് അല്ലേ, അല്ലെങ്കിൽ കേഫൽ ആയില. അങ്ങനെയുണ്ട്. കുടുംബമൊക്കെ എങ്ങനെയുണ്ട്? അതുപോലെ തന്നെ നിങ്ങളുടെ ടേം ആണ് സ്വിഹ അല്ലേ. എന്താണ് സ്വിഹ? ആരോഗ്യം. ആരോഗ്യം. സോ കേഫ സ്വിഹ അല്ലെ. പേഷ്യന്റ് ചിലപ്പോൾ രണ്ടാമത്തെ കൺസൾട്ടേഷൻ സെക്കൻഡ് കൺസൾട്ടേഷൻ ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചോദിക്കാം അല്ലെ. ഫസ്റ്റ് അസുഖമൊക്കെ ആയിട്ട് വന്നു, സെക്കൻഡ് ചെക്കപ്പിന് വേണ്ടി വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് എന്ത് ചോദിക്കാം? കേഫ സ്വിഹ അൽഹീൻ, ഇപ്പൊ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട് അല്ലേ. അപ്പൊ നമുക്കപ്പോൾ ചോദിക്കാവുന്നതാണ് കേഫ സ്വിഹ. ഇനി ഇത് അവിടെ നിന്നല്ല, ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരാളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ചോദിക്കുന്ന കാര്യങ്ങളാട്ടോ. ഒരൊറ്റ ശ്വാസത്തിൽ ഇവരെല്ലാം ചോദിക്കും. അതുപോലെ തന്നെ കേഫൽ ജൗ എന്ന് വരെ ചോദിക്കും, കാലാവസ്ഥ എങ്ങനെയുണ്ടെന്ന് അല്ലേ. കേഫൽ ജൗ, എങ്ങനെയുണ്ട് കാലാവസ്ഥ. സോ ഇപ്പൊ നല്ല ചൂടാണെന്ന് എങ്ങനെ പറയാം? ചൂടിന്റെ അലൈൻ ഹാർ. അൽഹീൻ മറഹാർ അല്ലെങ്കിൽ വായിദ് ഹാർ, ഹാർ കസീർ ഒക്കെ പറയാം. ഓക്കെ, ഓക്കെ. വെരി എന്നുള്ളതിന് നമുക്ക് മറ യൂസ് ചെയ്യാം, വായിദ് യൂസ് ചെയ്യാം, കസീർ എന്നും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അൽഹിൻ വായിദ് ഹാർ അല്ലേ. ഇനിയിപ്പോ നല്ല തണുപ്പാണെങ്കിൽ ഭാരത്. ബാരിദ്. ഇനി ഓക്കെ ആണ് അല്ലേ, നോർമൽ ആണ്, അതിന്റെ ടേം എന്താണെന്നറിയോ? നോർമൽ. ആദി എന്ന് പറയും. ആദി. ആദി. അത് ആദി കേട്ടിട്ടുണ്ട് കൊറേ. ആദി ആദി. അത് ഇമ്പോർട്ടന്റ് അത് ആണ്. നോർമൽ എന്നാണെന്നല്ലേ അർത്ഥം? ഏത് കാര്യം ഓക്കെയാണ്, നോർമലാണ് അല്ലേ. നമ്മൾ പറയില്ലേ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലെ അതിനു വേണ്ടി നമുക്ക് ആദ്യം യൂസ് ചെയ്യാം. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു, ഓക്കെയാണ്, അതിന് നമുക്ക് ആദ്യം യൂസ് ചെയ്യാം. കേഫ ത്വാം അല്ലേ. മിൻസാക്കൽ മത്വാം, ആ റെസ്റ്റോറൻറ്റിലുള്ള ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു, അപ്പൊ ആദി നോർമലാണ്. അപ്പൊ കാലാവസ്ഥ എങ്ങനെയുണ്ട്, ഓക്കെയാണ്, നോർമലാണ്, ആദി. അപ്പൊ നമ്മൾ ആദി എന്ന് യൂസ് ചെയ്യും. ഓക്കെ, സോ ആദി. ഇപ്പൊ ക്ലിയർ അല്ലേ? സോ ഇതൊക്കെ ക്ലിയർ. നമ്മൾ ഒരാളെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ ചോദിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റിന് എന്താ പറയാ? ഗുഡ് നൈറ്റ്. നൈറ്റിന് എന്താ പറയാ? ലൈല. ലൈല സഈദ. ലൈല ലൈല സഈദ. ഓക്കെ. സഈദ. അപ്പോൾ ഒരാൾ നിങ്ങളോട് ഗുഡ് നൈറ്റ് പറഞ്ഞു, ലൈല സഈദ എന്ന് പറയുമ്പോൾ അതിന് റിപ്ലൈ ആയിട്ട് അഹ്ലാം ജമീല എന്ന് വേണമെങ്കിൽ പറയാം. അഹ്ലാം എന്ന് പറഞ്ഞ ഡ്രീംസ് ആണ്. ഓക്കെ, ഓക്കെ. ജമീല എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ ഡ്രീംസ്. അല്ലെങ്കിൽ അഹ്ലാം സഈദ എന്ന് തന്നെ പറയാം. ലൈല സഈദ എന്ന് പറയുമ്പോൾ അഹ്ലാം സഈദ. ഓക്കെ, അഹ്ലം സ്വീറ്റ് ഡ്രീംസ്. സഈദ. ഓക്കെ. അല്ലെങ്കിൽ അഹ്ലാം ജമീല എന്നും പറയാം അല്ലെ, ഓക്കെ. ബ്യൂട്ടിഫുൾ ഡ്രീംസ്. സോ ലൈല സഈദ എന്ന് പറയുമ്പോൾ അഹ്ലാം സഈദ, അല്ലെങ്കിൽ അഹ്ലാം ജമീല. ഓക്കെ, സ്വീറ്റ് ഡ്രീംസ് എന്നുള്ള രീതിയിൽ. ഇനി ലൈല സഈദ എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് വേറൊരു യൂസേജ് ആണ് തുസ്ബിഹൂൻ അലാ ഖൈർ. തുസ്ബിഹൂൻ അലാ ഖൈർ
അല്ലേ? രാവിലെ നീ നല്ല രീതിയിൽ എണീക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അത് ഗുഡ് നൈറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണ്. എന്താണ്? ഓക്കെ. തുസ്ബിഹു തുസ്ബിഹൂൻ അല അലാ ഖൈർ. ഖൈർ. അല്ലേ? അപ്പൊ അതിന് റിപ്ലൈ ആയിട്ട് ഓക്കെ. പറയുന്നതാണ് വ അൻതും മിൻ അഹ്ലിൽ ഖൈർ. വ അൻതും വഅൻതും മിൻ മിൻ അഹ്ലിൽ അഹ്ലിൽ ഖൈർ. ഖൈർ. ഇതിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്ക് കേട്ടോ. ലൈല ഓക്കെ. സഈദ അതുപോലെ തുസ്ബിഹൂൻ അലൽ ഖൈർ ഒന്നും പഠിച്ചു വെക്ക് കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് യൂസിൽ വരും. ഓക്കെ. അത് സുബഹയില് താ ചേർത്തിട്ട് നിനക്ക് അങ്ങനെയാണോ അതെ കിട്ടും? ഈ അതെ. നിന്റെ നീ സുബഹി രാവിലെ സുബഹയ്ക്ക് ഖൈറിൽ ഹയറായിക്കോട്ടെ. നീറ്റിൽ ഓക്കെ. ഹയറായിട്ട് നീക്കട്ടെ എന്നുള്ള രീതിയിൽ ഹയർ ഉണ്ടാവട്ടെ എന്ന്. അപ്പോൾ ഗുഡ് നൈറ്റിന് വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ. 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 സോ നമ്മൾ എന്തൊക്കെയാ പഠിച്ചു? ഫസ്റ്റ് മീറ്റിങ്ങിലുള്ളത് പഠിച്ചു അല്ലേ? كيف ഉം. حالك شو അസ്സലാമു اخبارك അലൈക്കും. شلونك كيف الامور لا كيف فالأمور. العائله كيف ഓക്കെ. الصحه لا. പിന്നെ നമ്മൾ كيف പഠിച്ചത് الجو؟ ഗുഡ് മോർണിംഗ്, അതിന് റിപ്ലൈ എങ്ങനെ പറയും? صباح الخير، صباح النور. യെസ്, ഗുഡ് ഈവനിങ് ആൻഡ് مساء റിപ്ലൈ. الخير، مساء النور. പിന്നെ ഗുഡ് നൈറ്റ് ആൻഡ് റിപ്ലൈ. ഗുഡ് നൈറ്റ് സയ്യിദ്. ലൈല, സയ്യിദ് ലൈല الليلة. എന്നുള്ള പേരൊക്കെ ലൈല കേട്ടില്ലേ? സയ്യിദ്. ലൈല ആ നൈറ്റ് ആണ്. സയ്യിദ് الليلة. ആ അഹ്ലം. ജമീല അല്ലെങ്കിൽ അഹ്ലം അഹ്ലാം ജമീൽ. സഈദ. ഓക്കെ. അഹ്ലം സയ്യിദ. ഓക്കെ. സോ അത് കഴിഞ്ഞു. ഇനി നമ്മൾ മീറ്റിംഗ്സ് ആൻഡ് ഫെയർവെൽ അല്ലേ? കണ്ടതിൽ സന്തോഷം. അതാണ് സായിദ് ബിലിക്കായിക്. സായിദ് പറഞ്ഞാൽ അഗൈൻ ഹാപ്പിയാണ്. ബിലിക്കായിക് നിന്നെ കണ്ടതിൽ. ഓക്കെ. അൽക്ക എന്ന് ഓക്കെ. പറഞ്ഞാൽ ഐ സി എന്നാണ്. സോ അതെന്നാണ് ബിലിക്കായിക് നിന്നെ കണ്ടതിൽ. ഇതൊക്കെ ഒരു ഫ്രേസസ് പോലെ കാണാതെ പഠിക്കണം കേട്ടോ. ഇതിൻ്റെ ഒന്നും അർത്ഥം നമ്മൾ തേടി പോകേണ്ട ആവശ്യമില്ല. ഓക്കെ. ഓക്കെ. ഇതൊക്കെ ഒരു ഫ്രേസ് പോലെ നമ്മൾ അങ്ങനെ കാണാണ്ട് പഠിക്കുക. സോ സായിദ് ബിലിക്കായിക് നിന്നെ കണ്ടതിൽ സന്തോഷം. ഓക്കെ. ഇനി തഷറഫ്തു ബിമാരിഫത്തിക്. തഷറഫ്തു ബിമാരിഫത്തിക് പ്ലീസ് ടു മീറ്റ് യു. ഇതൊക്കെ പറയൂട്ടോ. ലാസ്റ്റ് നമ്മൾ ഫെയർവെല്ല് പറയുന്ന സമയത്ത് പറയുന്നത് തഷറഫ്തു ഓക്കെ. ബിമാരിഫത്തിക്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇത് കേട്ടിട്ട് പിന്നെ ഇത് എന്താ സംഭവം എന്ന് അറിയാണ്ടിരിക്കരുത്. കേട്ടാലെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. നമ്മളെ ഫസ്റ്റ് ബേസിക് 15 ക്ലാസ്സസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അവർ പറയുന്ന എല്ലാം കേട്ടാൽ മനസ്സിലാവണം. ഓക്കെ. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സംസാരിക്കാനും പഠിക്കണം, റിപ്ലൈ കൊടുക്കാനും പഠിക്കണം. സോ ഫസ്റ്റ് നമ്മൾ ഇത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. സോ തഷറഫ്തു ബിമാരിഫത്തിക് അല്ലേ? കണ്ടതിൽ സന്തോഷം. ഇനി ഗുഡ് ബൈ ആണ് എന്തേ? ഒന്ന് മഅസ്സലാമ അല്ലേ? നമുക്കറിയുന്നതാണ്. അല്ലെങ്കിൽ ഇലല്ലിക്കാ എന്ന് പറയും. ഇലല്ലിക്കാ. ഇവിടൊക്കെ ഗ എന്നാട്ടോ പ്രൊനൗൺസ് ചെയ്യുക. ഇലല്ലിഗ എന്നാണ് പറയുക. ഇലല്ലിഗ ഗുഡ് ബൈ എന്ന രീതിയിൽ. ഓക്കെ. അതുപോലെ തന്നെയാണ് സായിദ് ബിലിഗായിക് എന്ന് പറയാം. സായിദ് ബിലിഗായിക് ലിഗായിക്. നിന്നെ ഓക്കെ. കണ്ടതിൽ സന്തോഷം. ലിഗായിക്. ഓക്കെ. അതന്നെയാണ് ഇലല്ലിഗ ഗുഡ് ബൈ. അതാണ് ലിഗ. ഓക്കെ. അപ്പോൾ ഇത് കറക്റ്റ് ഫ്രേസസ് എല്ലാം കാണാതെ പഠിക്കുക, യൂസ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ. അപ്പം കസ്റ്റമർ പോകുമ്പം എന്ത് പറയാം? മഅസ്സലാമ അല്ലെങ്കിൽ ഇലല്ലിക്ക എന്നൊക്കെ പറയാം അവരുടെ അടുത്ത്. അവർ പറയും, നിങ്ങൾ നോക്കിക്കൊള്ളൂ. ഇതിനൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കും. ഓക്കെ. ഇനി നെക്സ്റ്റ് വെൽക്കമിങ് എക്സ്പ്രഷൻസ്. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അതായത് ഇപ്പം നിങ്ങളെ ഹോസ്പിറ്റൽ നിങ്ങളെ റൂമിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു സൗദിയുടെ വീട്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്നു. അപ്പോഴൊക്കെ അവർ നമ്മളെ വെൽക്കം ചെയ്യുമെന്ത്? ഹല മർഹബ എന്ന് പറഞ്ഞിട്ട് അല്ലേ? മർഹബ മർഹബ വെൽക്കം. അപ്പം അതിന് റിപ്ലൈ ആയിട്ട് നമ്മൾ എന്താ പറയേണ്ടത്? മർഹബ പറയുമ്പോൾ മർഹബത്തേൻ. മർഹബത്തേൻ എന്ന് പറയണം അല്ലേ? നിനക്കും വെൽക്കം. മർഹബ മർഹബത്തേൻ. അതുപോലെ തന്നെയാണ് അഹ്ലം വസഹ്ലൻ അല്ലേ? അഹ്ലം വസഹ്ലൻ അതും വെൽക്കം തന്നെയാണ്. അപ്പം അതിന് റിപ്ലൈ ആയിട്ട് അഹ്ലം ബിക് അല്ലേ? വെൽക്കം ടു യു ടു. ഇവിടെ സ്ക്രീനിൽ കാണുന്നില്ല, റിപ്ലൈ ആയിട്ട് അങ്ങനെ ലാസ്റ്റ് കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. സോ അഹ്ലം ബിക് നിങ്ങൾക്കും എന്താണ്? സ്വാഗതം. സോ എന്താണ്? മർഹബ എന്ന് പറയുമ്പം എന്താണ് റിപ്ലൈ? മർഹബത്തേൻ. മർഹബത്തേൻ. അഹ്ലം വസഹ്ലൻ അഹ്ല ബിക്. അഹ്ലം ബിക്. ഓക്കെ. ഇനി നിങ്ങൾ വീട്ടിലേക്ക് ഒരാൾ വരികയാണ് അല്ലേ? ഇപ്പം നമ്മൾ എന്ത് പറയും? ഫീൽ അറ്റ് ഹോം എന്ന് പറയാറുണ്ട് അല്ലേ? നിങ്ങളെ വീടാന്ന് കരുതിക്കോളൂ എന്ന് അല്ലേ? ഗസ്റ്റ് ഒക്കെ വരുമ്പം അതാണ് അൽ ബെയ്ത്ത് ബെയ്തക്. അൽ ബെയ്ത്ത് ബെയ്തക് അല്ലേ? ദിസ് ഈസ് യുവർ ഹൗസ് അല്ലേ? അപ്പം അവർ റിപ്ലൈ പറയും എന്ത്? മാ ഗസ്സർത്ത്. മാ ഗസ്സർത്ത് എന്ന് പറഞ്ഞാൽ നീ ഒരു കുറവും വരുത്തിയിട്ടില്ല, നീ ആൾ അടിപൊളിയാണ് അല്ലേ? നമ്മളോട് ഒരാൾ പറയാം ഇത് എൻ്റെ വീടാണ് പറയുമ്പോൾ നമ്മൾ എന്ത് പറയാണ്? അവരെ തിരിച്ചും പ്രൈസ് ചെയ്യാണ്. ഇങ്ങോട്ട് എത്രത്തോളം പ്രൈസ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഡബിളായിട്ട് അങ്ങോട്ടും പ്രൈസ് ചെയ്യണം. അതാണ് അറബ് കൾച്ചർ. ഓക്കെ. സോ നിന്റെ വീടാന്ന് പറയുമ്പോൾ മാ ഗസ്സർത്ത് നീ ഒരു കുറവും വരുത്തിയിട്ടില്ല. ഈ മാ ഗസ്സർത്ത് എന്നുള്ളത് വെരി ഫെമിലിയർ ആയിട്ടുള്ള ടേം ആണ്. ഇപ്പം നിങ്ങളോട് ഒരു കാര്യം കോർഡിനേറ്റ് ചെയ്യാനൊക്കെ ഏൽപ്പിച്ചു. അപ്പം നിങ്ങൾ ആ വർക്കൊക്കെ കറക്റ്റ് ചെയ്യുമ്പോൾ അവരെന്ത് പറയും? മാ ഗസ്സർത്ത് യാ ഹബീബ്തി ഈ ഒരു കുറവും വരുത്തിയിട്ടില്ല.
ഓക്കെ. ഇനി പാരൻസ് അല്ലേ, നമ്മൾ വിസക്കൊക്കെ വിസിറ്റിങ്ങിനൊക്കെ കൊണ്ടുപോയി അവർ പറയില്ലേ, ഒക്കെ ശരിയായിട്ട് നന്നാക്കി ചെയ്തു അല്ലേ, മാ ഗസർത്ത്, നീ ഒരു കുറവും വരുത്തിയിട്ടില്ല. അവിടെ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് എന്ത്? മാഗസർട്ട്. മാ ഗസർത്ത്. പറഞ്ഞു പഠിക്കണം കേട്ടോ, മാ ഗസർത്ത്. ഇനി നെക്സ്റ്റ് ടേമാണ് തഫല്ലൽ. തഫല്ലൽ കേട്ടിട്ടുണ്ടോ? തഫല്ലൽ. ഫല്ലൽ. ഫല്ലൽ എന്ന് കേട്ടിട്ടുണ്ടോ? ഫല്ലൽ. ഫല്ലൽ എന്നുള്ളതിന് കുറേ മീനിങ് ഉണ്ട്. ഇപ്പം ഒരാൾ വാതിൽക്കൽ നിൽക്കുകയാണ്, നിങ്ങളോട് അവിടെ വാതിൽക്കൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? ഫല്ലൽ, വന്നോളൂ എന്നുള്ള മീനിങ്. ഓക്കെ, ഫല്ലൽ അല്ലെങ്കിൽ തഫല്ലൽ. താന്ന് പറയുമ്പോൾ യു കം എന്നുള്ള രീതിയിൽ ഫല്ലൽ അല്ലെ, ഫല്ലൽ അല്ലെങ്കിൽ ഫല്ലൽ. ഇനിയിപ്പോൾ നിങ്ങളൊരു മീറ്റിംഗ് തുടങ്ങാൻ നിൽക്കുകയാണ്, അപ്പോൾ പറയാം എന്ത്? ഫല്ലൽ. ഫല്ലൽ. ഫല്ലൽ എന്ന് പറഞ്ഞാൽ എന്താ? തുടങ്ങിക്കോളൂ. ഓക്കെ. അപ്പം ഏതൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വരാൻ അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്? ഫല്ലൽ അല്ലെ. ഇനി പെണ്ണിനോടാണെങ്കിൽ ഫല്ലലി എന്ന് പറയും. ഫല്ലലി, ഫല്ലലി. ഓക്കെ. തഫല്ലലി എന്ന് പറയോ അതോ അത് ശരിക്കും തഫല്ലലി എന്നുണ്ട്, പക്ഷെ നമ്മൾ താ അങ്ങനെ കേൾക്കൂല. ഫല്ലലി എന്നൊന്നും കേൾക്കൂല. ഫല്ലലി എന്ന് തന്നെ പറഞ്ഞാൽ മതി. ഓക്കെ. ചിലപ്പോൾ എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കാം, ഫല്ലലിന്ന് ഒരു ചെറിയൊരു സൗണ്ട് എന്നുള്ളൊരു സൗണ്ട് കേൾക്കാം. ഓക്കെ. അപ്പോൾ ഫല്ലൽന്ന് ആണിനോട്, ഫല്ലലിന്ന് പെണ്ണിനോട്. ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണെങ്കിൽ ഫല്ലലു എന്ന് പറയും. എന്താണ്? ഫല്ലലു. നിങ്ങൾ എല്ലാവരും വരൂ അല്ലെങ്കിൽ തുടങ്ങിക്കോളൂ. അപ്പോൾ ഫല്ലലു. അപ്പം ഫല്ലൽ, ഫല്ലലി, ഫല്ലലു. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു വേർബ് എടുക്കുകയാണ് അല്ലേ, എടുക്കുക എന്നുള്ളതിന് എന്താ പറയാ? ടേക്ക് എന്നതിൻ്റെ വേർബ് എന്താണെന്നറിയോ? ടേക്ക്. ഐ വോണ്ട് ടേക്ക്. ഐ ടേക്ക് ആഹുദാണ്. ആഹുദ്. 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 ഹുദ്. അപ്പൊ വെറും ടേക്ക് എന്നാകുമ്പം ഹുദ് എന്നാണ്. ഓക്കെ. ഹുദ്. ദാലാണ് ഹുദ്. ഫല്ലൽ കം, ചെയ്തോളൂ, തുടങ്ങിക്കോളൂ എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പൊ ഹുദ് എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നാണ്. അപ്പൊ നമ്മൾ മോനോട് പറയാണ് എന്തോ സാധനം താഴെ വീണു, അപ്പൊ നമ്മൾ എന്ത് പറയും? ഹുദ് ഹാദ, അത് എടുക്ക് മോനെ, ഹുദ്. ഓക്കെ. ഇനിയിപ്പോ മോളോടാണെങ്കിൽ നമ്മൾ ഹുദി എന്ന് പറയണം. ഹുദി. ഓക്കെ. ഇപ്പൊ നമ്മൾ മലയാളത്തിലാണെങ്കിൽ എല്ലാവരോടും എടുക്കുക തന്നെ പറയുള്ളൂ അല്ലേ. പക്ഷെ അറബിയിലാകുമ്പോൾ ആണിനോടാണെങ്കിൽ ഹുദ് എന്ന് പറയും, പെണ്ണിനോടാണെങ്കിൽ ഹുദി എന്ന് പറയും, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണെങ്കിൽ ഹുദു എന്ന് പറയും. ഓക്കെ. നിങ്ങൾ എല്ലാവരും എടുക്ക്, ഹുദു അല്ലെ. ഇഷ്റബു, നിങ്ങൾ കുടിക്കൂ. ഓക്കെ. അപ്പൊ വേർബ്സ് ഒക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ. അപ്പം ഫല്ലൽ, ഫല്ലലി, ഫല്ലലു എന്നൊക്കെ പറയും. സോ അതിന് റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. അല്ലാഹ് ബാരിക് ഫീക്ക്, അല്ലാഹ് യക്രിമക് എന്ന് പറയാം. പിന്നെന്താണ്? അല്ലാഹ് യജ്സീക് അല്ലെ, ജസാക് അല്ലാഹ് ഖൈർ ഒക്കെ പറയാം അല്ലേ. നമ്മളെ പിന്നെ ഇൻവൈറ്റ് ചെയ്തതിന് റിപ്ലൈ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവരെ പ്രൈസ് ചെയ്തിട്ട് എന്തെങ്കിലും. ഒരുപാട് വേർഡ്സ് ഉണ്ട് അല്ലേ. അറിയില്ല, ഒന്ന് ജസാക് അല്ലാഹ് ഖൈർ അറിയില്ലേ? ബാറക്കല്ലാ അറിയും. ഹയ്യാക്കല്ല അറിയോ? ഹയ്യാക്കല്ല കേട്ടിട്ടുണ്ടോ? ഹയ്യാക്കല്ല എന്ന് വെരി കോമൺ ആണ്. ഹയ്യാക്കല്ല, അല്ലാഹ് യക്രിമക്. ഓക്കെ. അല്ലാഹ് യഹ്യീക്കും. ഇതൊക്കെ പ്രൈസിങ് വേർഡ്സ് ആണ്. ഇതൊക്കെ ശരിക്കും പ്രാർത്ഥനാ വചനങ്ങളാണ്. നമുക്ക് വേണ്ടി ഇവർ പ്രാർത്ഥിക്കുകയാണ്. എന്ത് പറഞ്ഞാലും അവരൊരു പ്രാർത്ഥന ഉണ്ടാവും അതിൻ്റെ കൂടെ. ഓക്കെ. സോ ഇനി നെക്സ്റ്റ് ആണ് ഇത് ഹയ്യാക്കല്ലാ. ഹയ്യാക്കല്ലാ അല്ലേ. അസ്സലാമു അലൈക്കും, കൈഫ് ഹാലക് എന്നൊക്കെ പറഞ്ഞ് റിപ്ലൈ പറയുമ്പോൾ ഹയ്യാക്കല്ലാ, ഹയ്യാക്കല്ലാ എന്നങ്ങനെ പറയും അവര്. കേട്ടുണ്ടോ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഹയാക്കല്ലാ. അപ്പം ഹയാക്കല്ലാ എന്ന് പറയുമ്പം ഈ ഹായുടെ ഫ്രണ്ടിൽ ഒരു യാ ചേർത്ത് കൊടുക്കുക. അല്ലാ യഹീക്ക് എന്നാക്കുക. ഓക്കെ. അല്ലാ യഹീക്ക്. ഹയാക്കല്ലാ എന്ന് പറയുമ്പം അല്ലാ യഹീക്ക് എന്നാക്കുക. അല്ലെങ്കിൽ വ ഇയാക്ക് എന്ന് പറയാം. എന്ത് പറഞ്ഞാൽ നിങ്ങൾക്കും ആവട്ടെ എന്ന രീതിയിൽ വ ഇയാക്ക് എന്ന് പറയാം. ഓക്കെ. ഏത് പറഞ്ഞാലും ജസാക്കല്ലാ എന്ന് പറഞ്ഞാലും പറയാം എന്ത്? വ ഇയാക്ക്. ഓക്കെ. ഹയാക്കല്ലാ എന്ന് പറയുമ്പോഴും പറയാം വ ഇയാക്ക്. ഓക്കെ. വയ്യാക്കും എന്ന് പറയണ്ട. വയ്യാക്കും എന്നൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളോട്, അത് പ്ലൂറൽ ആവുമ്പോഴാണ് പറയാ എന്നുള്ളത്. ഇപ്പൊ ഹയാക്കുമുല്ലാ എന്നാ പറയാ. ഓക്കെ. ഇപ്പൊ ഗ്രൂപ്പ് ഓഫ് നിങ്ങൾ എല്ലാവരും ഫാമിലി ഒരാൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഹയാക്കുമുല്ലാ എന്നാ പറയാ അവര്. അപ്പൊ ഹയാക്കും, നിങ്ങൾ എല്ലാവർക്കും ഗോഡിന്റെ ഗ്രീറ്റിംഗ്സ് ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ. ഓക്കെ. സോ അതൊക്കും എന്നുള്ളത് പ്ലൂറലാണ്. സോ ബാറക്കല്ലാ, ബാറക്കല്ലാ എന്ന് പറയുമ്പോൾ നിനക്ക് ബർക്കത്ത് ഉണ്ടാവട്ടെ. ഓക്കെ. അതുപോലെ അപ്പം അല്ലാഹ് യുബാരിക് എന്ന് പറയാം. അല്ലാഹ് യുബാരിക്. ഹയാക്കല്ലാ, അല്ലാഹ് യഹ്യീക്. ബാറക്കല്ലാ, അല്ലാഹ് യുബാരിക്. ഓക്കെ. പിന്നെ ഹയാക്കുമുല്ലാ താഴെ ഉണ്ടല്ലേ, അതന്നെ പ്ലൂറലായിട്ട്.
ഓക്കെ. പിന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ വേർഡാണ് നൗവറത്ത്. നൗവറത്ത് എന്ന് പറഞ്ഞത്. നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശാണ് അല്ലേ? സോ നവ്വറത്ത് നീ പ്രകാശിപ്പിച്ചു എന്ന രീതിയിൽ. ഓക്കെ. ഇപ്പൊ വീട്ടിലേക്ക് ഗസ്റ്റ് വരുമ്പം അവർ പറയുന്നത് നവ്വറത്ത് അൽ ബൈത്ത്, ഈ വീട് നീ പ്രകാശിപ്പിച്ചു. യു ലൈറ്റഡ് മൈ ഹൗസ്. നവ്വറത്ത്. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നവ്വറത്ത് അൽ മക്കാൻ, ഈ സ്ഥലം നീ പ്രകാശിപ്പിച്ചു. നവ്വറത്ത്. അപ്പൊ അതിനേക്കാളും വലിയ റിപ്ലൈ ആണ് നമ്മൾ കൊടുക്കുന്നത്. എന്ത്? അന്നൂർ നൂറക്, ഈ പ്രകാശം ആരുതാണ്? നിന്റേതാണ് അല്ലേ? എന്റേതല്ല, നിന്റേതാണ് അല്ലെ? അന്നൂർ നൂറക്. ഇപ്പൊ നവ്വറത്ത് എന്ന് പറയുമ്പം അന്നൂർ നൂറക്, ദ ലൈറ്റ് ഈസ് യുവേഴ്സ്. ഓക്കെ. ഇനി ഷറഫ്തന. ഷറഫ്തന. ഓക്കെ. യു ഓണർ അസ് എന്നുള്ളത് കേട്ടുണ്ടോ? ഷറഫ്തനാന്ന്. അപ്പം അഷറഫ് ലി. അഷറഫ് ലി. ഓക്കെ. ഇപ്പം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെൽക്കമിങ് വേർഡ്സും ഒക്കെ ഗ്രീറ്റിംഗ്സ് ഒക്കെ പഠിക്കുക. അതിന് എന്ത് റിപ്ലൈ ചെയ്യണം എന്നുള്ളത് പഠിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇനി റിപ്ലൈ ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ. ഇപ്പൊ ഹയാക്കുമുള്ള എന്ന് പറയുമ്പോൾ ഹയാക്കല്ല എന്ന് പറയുമ്പോൾ കിട്ടിയില്ലെങ്കിൽ വ ഇയാക്ക് എന്ന് പറഞ്ഞാൽ മതി അല്ലെ? വ ഇയാക്ക്, നിങ്ങൾക്കും അല്ലേ? നമുക്ക് ഇയാക്ക് പറയാം. പക്ഷെ അതിനേക്കാളും നല്ലത് ഒന്നും കൂടി കറക്റ്റ് റിപ്ലൈസ് പഠിച്ചാൽ എന്താണ്, ഒന്നും കൂടി അവർ നമ്മളെടുത്ത് എന്താവും, ഒരു കണക്ഷന് കീപ്പ് ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെയാണ് ശുക്രൻ അല്ലെ? ശുക്രൻ, താങ്ക് യു. ശുക്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? അഫ്വൻ. അഫ്വൻ. അല്ലെങ്കിൽ അൽ അഫു. അൽ അഫു, അത് പറയാം കേട്ടോ. അൽ അഫു. അല്ലെങ്കിൽ ലാ ശുക്രൻ അലാ വാജിബ്, അല്ലെ? താങ്ക്സിന്റെ ഒന്നും ആവശ്യമില്ല. ലാ ശുക്രൻ അലാ വാജിബ് അല്ലെ? നമ്മൾ പറയില്ലേ, നോ മെൻഷൻ ഒക്കെ പറയാറില്ലേ അല്ലെ? ഒന്നുകിൽ നമുക്ക് അത് പറയാം, അല്ലെങ്കിൽ ബിക്കുൽ സുറൂർ എന്ന് പറയാം, വിത്ത് ഗ്രേറ്റ് പ്ലഷർ. ബിക്കുൽ സുറൂർ. അപ്പൊ ഇതൊക്കെ പഠിക്കണം. അപ്പൊ ശുക്രൻ എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു റിപ്ലൈ നമുക്ക് അറിയണം അല്ലെ? അഫൻ നമുക്കറിയാം, അല്ലെങ്കിൽ ശുക്രൻ അലാ വാജിബ്, ബിക്കുൽ സുറൂർ എന്നൊക്കെ പറയാം. ഓക്കെ. തമാം. ശുക്രന് പറയാറുണ്ടല്ലോ അല്ലേ? അപ്പൊ എന്താ റിപ്ലൈ കൊടുക്കാറ്? അഫ്വാൻ എന്ന് പറയൂലേ? അപ്പൊ ഇനി ഒന്നും കൂടി പഠിച്ചു വെക്ക കേട്ടോ. ഒക്കെ ഒന്ന് ചേഞ്ച് വരട്ടെ, നമ്മൾ ഒന്നും കൂടി ഉഷാറാവട്ടെ അല്ലേ? ഇനി ഹാപ്പി ബർത്ത്ഡേ എങ്ങനെ പറയും? മിലാദ്, അല്ലെങ്കിൽ മിലാദ് സഈദ്. ഹാപ്പി ബർത്ത്ഡേ. ഈദ് മുബാറക്ക് നമുക്കറിയാം അല്ലേ? എങ്ങനെയാണ് ഈദ് മുബാറക്ക് വിഷ് ചെയ്യാറ്? ഈദ് മുബാറക്ക് എന്ന് പറഞ്ഞ വിഷ് ചെയ്യും അല്ലേ? അല്ലെങ്കിൽ കുൽ ആം വഅൻതും ബിഖൈർ, അല്ലെ? ഈ വർഷം മുഴുവൻ എന്താവട്ടെ, നിങ്ങൾക്ക് ഖൈറിലാവട്ടെ. കുൽ ആം വഅൻതും ബിഖൈർ. വർഷമാണ്. ആ, അത് വർഷം എന്നുള്ള രീതിയിൽ അതൊരു ഫ്രേസ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ഹാപ്പി ഈദ് അല്ലേ? ഈദ് മുബാറക് അല്ലെങ്കിൽ ഈദ് സഈദ് എന്നൊക്കെ പറയാം. സോ വഅൻതും ബിഖൈർ അല്ലെ? ഓക്കെ. ഇനി കുട്ടികൾ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് പറയും? മബ്രൂക്ക് അല്ലെ? കൺഗ്രാജുലേഷൻസ്. ഏതിനും നമ്മൾ എന്താണ് പറയാ? മബ്രൂക്ക് ആണ് പറയാ, കൺഗ്രാജുലേഷൻ എന്നുള്ള രീതിയിൽ അല്ലെ? ഇനി നമ്മൾ പറയും എന്ത്? ഫാദറിനോട് പറയും എന്ത്? മബ്രൂക്ക് മായാജ് അല്ലെ? ആണിനോടാണെങ്കിൽ മബ്രൂക്ക് മായാക്ക് എന്ന് പറയും. അതായത് മായാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വന്നതിൽ, അതൊരു കുട്ടി പിറന്നതിൽ നിങ്ങൾക്ക് മബ്രൂക്ക്. മബ്രൂക്ക് മായാക്ക് അല്ലെ? മായാക്ക് എന്ന് പറയുന്നത് ആ ജാ എന്ന വന്ന എന്ന രീതിയിലുള്ളതാണ്. അതെന്ന് പറയാണ്. ആ ജാ എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്തിട്ട് യാക്ക് എന്നുള്ള രീതിയിൽ ഒരു പ്രയോഗമായിട്ട് യൂസ് ചെയ്യാണ്. സോ മബ്രൂക്ക് മായാക്ക് ആണിനോട് പറയും. പെണ്ണിനോടാണെങ്കിൽ മബ്രൂക്ക് മായാജ് അല്ലേ? നിനക്ക് വന്നതിൽ മബ്രൂക്ക്. ഇനി അവിടെയുള്ള ഫാമിലിനോട് നമ്മൾ എന്ത് പറയും? മബ്രൂക്ക് മായാക്കും അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും. ഇത് ഇങ്ങനെ തന്നെ കേട്ടോ യൂസ് ചെയ്യുക. ഈ ഫ്രേസ് ഇങ്ങനെ കാണാതെ പഠിക്കണം. ഇനി നിങ്ങൾ അവിടെ അങ്ങനത്തെ ഒരു ഒക്കേഷനൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ലിസൺ ചെയ്താൽ അവർ ഫസ്റ്റ് തന്നെ ഫ്ലവർ ബൊക്കെ ആയിട്ട് വന്നിട്ട് പറയാം മബ്രൂക്ക് മായാക്കും. ആദ്യം കെഫാലക് ഷുബാരക് എന്നൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് അവർ പറയും മബ്രൂക്ക് മായാഖ്. ഓക്കെ. അല്ലെങ്കിൽ മബ്രൂക്ക് മായാക്കും, നിങ്ങൾക്ക് വന്നതിൽ എന്താണ് മബ്രൂക്ക്, ഒരുപാട് കൺഗ്രാജുലേഷൻസ്. അതിൻ്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാനൊന്ന് ഗ്രൂപ്പിൽ അയക്കാം കേട്ടോ, ഗ്രീറ്റിംഗ്സിൻ്റെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു റിയൽ സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ. സോ അള്ളാഹു യുബാരിക് ഫി ഹയാത്തിക്കും അല്ലേ? അള്ളാഹു യുബാരിക് ഫി ഹയാത്തിക്കും അതിന് റിപ്ലൈ ആയിട്ട്, അല്ലെങ്കിൽ ഇതും നമുക്ക് അങ്ങോട്ട് പറയാം അല്ലേ? അള്ളാഹു യുബാരിക് ഫി ഹയാത്തിക്കും അല്ലേ? നിങ്ങളുടെ ലൈഫിൽ എന്താണ്? അള്ളാഹ് ബർക്കത്ത് നൽകട്ടെ എന്ന രീതി. അള്ളാഹു യുബാരിക് ഫി ഹയാത്തിക്കും. ഓക്കെ. അപ്പോൾ അത് പഠിച്ചു. ഇനി അപ്പോൾ നമ്മൾ ഗ്രീറ്റിംഗ്സ് പഠിച്ചില്ലേ? ഇനി കുറേ ഗ്രീറ്റിംഗ്സ് നമ്മൾ ക്ലാസ്സിലുണ്ട്, വാട്സപ്പ് ക്ലാസ്സിലുണ്ട്.
അപ്പം ആ അതിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കി നമ്മൾ ഇനി വാട്സപ്പ് ക്ലാസ്സിലും നിങ്ങൾ ലിസൺ ചെയ്തും ഒക്കെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഓക്കെ ഈസിയാണ് ഈസിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ചാപ്റ്റർ ഇല്ല, മറ്റതൊക്കെ പിന്നെ കണക്ട് ചെയ്ത് വരും ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ. ഓക്കെ, ഗ്രീറ്റിംഗ്സിനായിട്ട് ഇനി വേറെ ചാപ്റ്റേഴ്സ് ഇല്ല. 2 മോഡ്യൂളിൽ എല്ലാ ഗ്രീറ്റിംഗ്സും നമ്മൾ ഇൻക്ലൂഡഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായി അത് റിവൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ ഇനി നമുക്കുള്ളത് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് അറിയുന്നൊരു കാര്യമാണ് എന്ത്, താഴ്ബാന അല്ലേ. താഴ്ബാന, ഐ ആം ടയേർഡ് അല്ലേ. പിന്നെ നിങ്ങളൊരു കാറ്റഗറി ആണ് എന്ത്, രോഗിയാണ് അല്ലേ. ഐ ആം എന്താണ്, മറി അത് ഇങ്ങനെ പറയും മരിയൽ അല്ലേ. ഫീമെയിൽ ആണെങ്കിൽ എങ്ങനെ പറയും, മറിയേറി മരീള, മറി മരീള. ഓക്കെ, ഓക്കെ മരീള, മരീള. ക്ലിയർ ആണോ, ക്ലിയർ മരീള. ഇനി താഴ്ബാന നമ്മളെങ്ങനെ പറയും, നമ്മളൊക്കെ എന്ത് പറയും, നമ്മൾ താഴ്ബാൻ എന്ന് പറയാൻ പറ്റില്ല, അത് ആണുങ്ങളാ പറയേണ്ടത്. നമ്മൾ എന്ത് പറയണം, താഴ്ബാന അല്ലേ. ഇനി തേഴ്സ്ഡേ ആണെങ്കിൽ അത്ഷാന, അത്ഷാനാണ് ഓപ്ഷൻ തേഴ്സ്റ്റ് കേട്ടോ. അപ്പോൾ അത്ഷാന, ആണാണെങ്കിൽ അത്ഷാൻ, പെണ്ണാണെങ്കിൽ അത്ഷാന. ഓക്കെ ഓക്കെ, ഇനി കംഫർട്ടബിൾ, നല്ല സുഖമായിട്ടിരിക്കുകയാണ് അല്ലേ. മുർത്താഹ, റിലാക്സ് ചെയ്തിരിക്കുന്നതിനാണ് എന്ത് പറയുക, മുർത്താഹ് അല്ലേ. നമ്മളെ ഹസ്ബൻഡൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് സോഫയിൽ ഇരിക്കുന്ന ഒരു ഇരുത്തുണ്ട്, ടി വി റിമോട്ടും പിടിച്ചിട്ട് അല്ലേ, നല്ല മുർത്താഹായിട്ട്. നമുക്ക് പറ്റാത്തൊരു സംഭവമാണിത് അല്ലേ. നമ്മൾ പണിയോട് പണിയായിരിക്കും, അവരെപ്പോഴും എന്തായിരിക്കും, ആ സോഫയിൽ അവിടെ ഇരിക്കുമായിരിക്കും. അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. അല്ലേ. നമുക്ക് ആ ആ, അതാണ് എന്ത്, മുർത്താഹ്, നല്ല റിലാക്സ് ചെയ്തിരിക്കുന്നതാണ് മുർത്താഹ്. ഇനി പേടിക്കയം, അഫ്രൈഡ് എന്നത് ഖായിഫ്, അല്ലെങ്കിൽ പെണ്ണാകുമ്പോൾ ഖായിഫ അല്ലേ. ഖൗഫാണ് പേടി. ഓക്കെ, അപ്പം ഓക്കെ ഖായിഫ അല്ലേ, ഞാൻ പേടിച്ചിരിക്കുകയാണ്. എക്സ്പ്ലോഷൻ ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്താവും, ഖായിഫ ആവും അല്ലേ. ഇനി ബോറടിക്കുന്നതിനാണ് തഫ്ഷാൻ എന്ന് പറയുന്നത്. തഫ്ഷാൻ തഫ്ഷാന, തഫ്ഷാന. ഒറ്റക്കാവുമ്പോൾ നമ്മൾ എന്താവും, തഫ്ഷാനയാവും അല്ലേ. ഇനി മിസ് ചെയ്യുകയാണെങ്കിൽ മുഷ്താഖ്, മുഷ്താഖ് മുഷ്താഖ്, മുഷ്താഖ് ആണ് എന്ത്, മിസ്. അപ്പം നമ്മൾ ഏതൊക്കെയാ പഠിച്ചു, ജവാന് പഠിച്ചു അല്ലേ. ജവാൻ എന്ന് പറയുമ്പോൾ, ജവാന് പഠിച്ചില്ല അല്ലേ, അച്ഛാനാണ്. ജവാൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഹംഗ്രി ആണ് എന്ത്, ജവാൻ. ജവാൻ അച്ഛാൻ ഈസ് ഓക്കെ തേഴ്സ്റ്റി. thirsty ഓക്കെ, ഹംഗ്രി ഈസ് ജവാൻ. സോ ഐ ആം ഹംഗ്രി എന്നാണെങ്കിൽ مرتاحة أنا أشتاح അന ജവാന എന്ന് പറയും നമ്മൾ തേഴ്സ്ഡേ ഹംഗ്രി ആണെങ്കിൽ. ഓക്കെ, ഓക്കെ ഇനി സാഡ് ആണെന്ത്, ഹസീൻ, ഹസീന. أنا حزينة എന്നെ പറയണം കേട്ടോ, ഹസിയല്ല ഹസീനയാണ് കേട്ടോ. حزينة أوكي ഹസീന. ഇനി ഹാപ്പിക്ക് കുറേ വേർഡ്സ് ഉണ്ട്, എന്തൊക്കെയാ പറയാം, أنا سعيد ഉം. പിന്നെ جميلة മബ്സൂത്ത, أنا മബ്സൂത്ത എന്ന് مبسوطة പറയും. ഓക്കെ, مبسوطة അന മബ്സൂത്ത. ഓക്കെ, അല്ലെങ്കിൽ സഈദ. പിന്നെ ഫർഹാന. أوكي ഓക്കെ, അപ്പൊ ഫർഹാനും സഈദും മബ്സൂത്തും എന്താണ്, happy ഹാപ്പിയാണ്. സോ അതൊക്കെ അറിയണം കേട്ടോ, ഫർഹാന. ഇനിയിപ്പോ ഞാൻ ചോദിക്കുകയാണ് എന്ത്, നീ ഹാപ്പി ആണോ. അപ്പൊ നമ്മൾ എങ്ങനെ ചോദിക്കുക, അപ്പൊ നീ ഹാപ്പി ആണെങ്കിൽ ഇൻത സഈദ, ആണാണെങ്കിൽ ഇൻത സഈദ്, പെണ്ണാണെങ്കിൽ ഇൻതി സഈദ അല്ലേ. യു എന്ന് പറഞ്ഞാൽ ഇൻത, സഈദ് ഹാപ്പി, സോ യു ആർ ഹാപ്പി എന്നത് ഇൻത സഈദ് ഇല്ലേ. നീ ഹാപ്പി ആണോ എന്ന് ചോദിക്കണമെങ്കിൽ അതിനൊരു ക്വസ്റ്റ്യൻ ടോണിൽ ചോദിച്ചാൽ മതി. أنت ഇൻത سعيدة സഈദ്, പെണ്ണിനോടാണെങ്കിൽ ഇൻതി സഈദ أوكي അല്ലേ. അപ്പൊ പറയൂ, ഞാൻ ഹാപ്പി ആണെന്ന് എങ്ങനെ പറയും, ഇൻതി സഈദ. أنا യെസ്, سعيد യെസ്, أنا سعيد ഏയ് സഈദ. ഓക്കെ, ഇനി ഇൻതി സഅലാന. സഅലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദേഷ്യത്തിൽ കോപത്തിൽ ഇരിക്കുന്ന ആൾ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇൻതി സഅലാന. അപ്പൊ നിങ്ങൾ പറയും അല്ല, ഞാൻ സഅലാനയല്ല. അതെങ്ങനെ പറയും, لا ما زال മൂ സഅലാന, അല്ലെങ്കിൽ മാ أوكي സഅലാന. لا لا أوكي ഓക്കെ, മൂ ആണ് ഒന്നും കൂടി നമ്മൾ അഡ്ജക്റ്റീവ്സിന്റെ മുന്നൊക്കെ യൂസ് ചെയ്യട്ടോ. ഇനി മാ أوكي യൂസ് ചെയ്താലും കുഴപ്പമൊന്നും, verb വേർബ് ആവുമ്പോ വിചാരിച്ചിട്ടാണ് മാ. ഞാൻ മാ ആ, ഓക്കെ, ഇനി കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ, അപ്പം ആദ്യം നമ്മൾ ഇല്ല എന്തിനില്ല എന്ന് പറയണം. അനമു താബാന അല്ലേ, ഞാൻ ടയേർഡ് അല്ല. അനമു സാലാന,
ഞാൻ എന്തല്ല, ആംഗ്രി അല്ല. ഓക്കെ, ഓക്കെ സോ നമ്മൾ എന്ത് ഓക്കെ പഠിച്ചു? അന സഈദ്, ഇൻത സഈദ്, ഇൻതി സഈദ. ഓക്കെ, അനയാകുമ്പോൾ എപ്പോഴും അന പെണ്ണ പറയുകയാണെങ്കിൽ സായിദ എന്ന് പറയും, ആണാണെങ്കിൽ സായിദ് എന്ന് പറയും. ഇൻതി ആകുമ്പം സായിദ്, ഇൻതി സായിദ. ഓക്കെ ഓക്കെ, ഇനി ഹസീന് നമ്മൾ പഠിച്ചു. ഇനി ഖജ്ലാൻ. ഖജ്ലാൻ എന്ന് പറഞ്ഞാൽ ലജ്ജിതൻ, ഷൈ ആയിട്ടുള്ള ആളാണ് ആര്? ഖജ്ലാൻ. അല്ലെങ്കിൽ മുസ്തഹി, മുസ്തഹി എന്നൊക്കെ പറയും, ഷൈ ആയിട്ടുള്ള ആളുകൾ. ഓക്കെ, ഓക്കെ ഇനി ആംഗ്രി ഉള്ള ആളുകൾ നമ്മൾ മുഅസ്സബു എന്ന് പറയട്ടെ, മുഅസ്സിബ് എന്ന് പറയും അല്ലേ? മുഅസ്സിബ് എന്നും പറയാറുണ്ട്. അതും ഓക്കെ അറിയണം, മുഅസ്സബു അറിയണം കേട്ടോ. അന മുഅസ്സിബ്, ഞാൻ ദേഷ്യത്തിലുള്ള ആളാണ്. ഇതാ ജവാൻ ഇവിടെ കണ്ടോ? അയാം ആ ഹംഗ്രി ആണെന്ത്? അന ജവാൻ ജവാന. പെണ്ണാകുമ്പോൾ നമ്മൾ എന്ത് പറയും? ഇനി നീ ഹംഗ്രി ജവാൻ ആണോ എന്ന് എന്നോട് ചോദിക്കും, ആർ യു ഹംഗ്രി എന്ന്. എന്ത് ജവാന ഇന്തി ജവാന, ല അനമു ജവാന. അല്ല ഓക്കെ, ല അനമു ജവാന. അപ്പം നമ്മൾ പഠിച്ചു അല്ലേ? അന പഠിച്ചു, ഇൻത പഠിച്ചു, ഇന്തി പഠിച്ചു. ഇനി ഞങ്ങൾ, വി ആർ ടയേർഡ്. നമ്മൾ അന താഴ്ബാന പഠിച്ചു, ഇൻത താഴ്ബാൻ, ഇന്തി താഴ്ബാന പഠിച്ചു അല്ലേ? ഇനി ഞങ്ങൾ, വി ആർ ടയേർഡ്, അതെങ്ങനെ പറയും? വി എന്നതിന് നെഹ്നു എന്ന് പറയും. നെഹ്നു അല്ലെങ്കിൽ എഹ്ന അല്ലെങ്കിൽ ഹുന്ന എന്നൊക്കെ പറയും. ഓക്കെ, അത് നമുക്ക് നെഹ്നു പഠിക്കാം. നെഹ്നു എന്ന് പറഞ്ഞാൽ വി. അപ്പം നെഹ്നു താഴ്ബാൻ എന്ന് പറയൂല. അപ്പം പ്ലൂറൽ അല്ലേ? നെഹ്നു എന്ന് പറയുമ്പോൾ പ്ലൂറൽ അല്ലേ? അപ്പം നമ്മൾ അതിൻ്റെ എൻഡിൽ ഈൻ എന്ന് ചേർക്കണം. നഹ്നു തഅബാനീൻ. എങ്ങനെ പറയണം? നഹ്നു തഅബാനീൻ നഹ്നു തഅബാനീൻ, വി ആർ ടയേർഡ്. ഓക്കെ, ഇനി ഓക്കെ വി ഓൾ ആർ എന്താണ്? ഹംഗ്രി അല്ലേ? ഞങ്ങൾക്കൊക്കെ വിശക്കുന്നുണ്ട്, എങ്ങനെ പറയും? നഹ്നു ജവായീൻ നഹ്നു ജൗവാനീൻ അല്ലേ? ഇനി വി ആർ ഹാപ്പി. നഹ്നു സഈദീൻ സഈദീൻ. മനസ്സിലായില്ല ചേഞ്ച്? ആ അപ്പൊ നമുക്ക് മനസ്സിലായി ചോദിക്കണം ഇല്ലേ, നിങ്ങൾ എല്ലാവരും ടയേർഡ് ആണോ? അപ്പൊ യു ഓൾ എന്നതിന് ഇൻതും എന്നാണ് പറയാ. അൻതും എന്നാട്ടോ, ഇൻതും അൻത, അൻതി, അൻതും എന്നാണ് എഴുതുക. പക്ഷെ പറയുമ്പോ ഒക്കെ നമ്മൾ ഇൻത, ഇൻതി, ഇൻസും എന്നാ പറയാ കേട്ടോ. സോ ഓക്കെ ഇൻതും, യു ഓൾ പ്ലൂറൽ ആണ് എന്ത്? ഇൻതും. ഓക്കെ അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കണം? തഅബാനീൻ എന്ന് ചോദിക്കണം. കാരണം പ്ലൂറൽ ആയതുകൊണ്ട് തഅബാൻ എന്താകും? തഅബാനീൻ. സോ ഇൻതും തഅബാനീൻ അല്ലേ? നിങ്ങളൊക്കെ ടയേർഡ് ആണോ? അപ്പൊ കുട്ടികൾ എന്ത് പറയും? നഹ്നു തഅബാനീൻ അല്ലേ? ഇനിയിപ്പോ നമ്മൾ കുട്ടികൾ പാർക്കിലൊക്കെ പോയി വരുമ്പോൾ നമ്മൾ ചോദിക്കും എന്ത്? ആർ യു തേഴ്സ്റ്റി? നിങ്ങൾക്ക് എല്ലാവർക്കും ദാഹിക്കുന്നുണ്ടോ? അതെങ്ങനെ ചോദിക്കുക? ഇൻതും അച്ഛാനീൻ അച്ഛാനീൻ അല്ലെ? ഇൻതും അച്ഛാനീൻ. അപ്പൊ അവരെന്ത് പറയും? യെസ്, വി ആർ തേഴ്സ്റ്റി. നഹ്നു ആ, അഷ്താനീൻ നഹ്നു അച്ഛാനീൻ. മനസ്സിലായോ ഡിഫറൻസ്? മനസ്സിലായി ഓക്കെ, തമാം.